ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാനിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം അടിച്ച് പൊളിച്ച് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അത്യാവശ്യം അടിച്ചൊക്കെ പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ആയി എന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ആണ്, അതായത് ഡിസംബറിൽ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ താമസിക്കുന്ന ഹക്നൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ ഹക്നലിലെ ഒരു ചെറിയ കൂട്ടായ്മ, മലയാളി കൂട്ടായ്മയാണ് ഹക്നൽ റോയൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹക്നൽ റോയൽസിൻ്റെ ഒരു ചെറിയ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതും തന്നെ നമ്മൾ വിട്ടു പോയ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെല്ലാം സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആഘോഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുതിയതായി വന്നിരിക്കുന്ന കുറച്ച് മലയാളി കുടുംബങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഹക്നലിലേക്ക്. അപ്പോൾ അവരെയെല്ലാം ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും അവരെ ഒന്ന് വെൽക്കം ചെയ്ത് അവരെല്ലാം സ്വയം പരിചയപ്പെടുത്തുന്നതും കൂടിയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ആഘോഷം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് കേട്ടോ. കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, പുതിയ ആളുകളെ കുറച്ച് പേരെ പരിചയപ്പെടാൻ പറ്റി. പഴയ ആൾക്കാരും എല്ലാവരും തിരക്ക് പിടിച്ചാണ് കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ അവരിലെല്ലാം ഇതുപോലെയുള്ള അങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ആഘോഷിക്കുന്നതെല്ലാം. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷം ചെറിയൊരു കലാപരിപാടികളോടുകൂടിയാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ പ്രെയർ സോങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരോ പരിപാടികളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ നമ്മളൊരു ഹോൾ എടുത്തിട്ടാണ് കേട്ടോ പരിപാടി നടത്തിയിരുന്നത്. അപ്പോൾ ഹോളിൻ്റെ അവിടെ വൈനും പ്ലം കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കണ്ടാലോ. കുട്ടികളെല്ലാവരും കൂടി പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇത്. മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്തൊന്നല്ല കേട്ടോ, പെട്ടെന്ന് പ്ലാൻ ചെയ്ത സംഭവമാണ്.
see how beautiful you are. You know that I feel. It's a sunrise. പിള്ളേർ കഴിച്ചതൊക്കെ ജയിച്ചു കഴിഞ്ഞു. നമുക്ക് വേറൊരു മമ്മിയും കൂടി ഉണ്ട് നമ്മുടെ കൂടെ, സായി മമ്മിയാണ്. അപ്പോൾ അടുത്ത സമ്മാനം ജോൺ പോൾ. എല്ലാവരും കൈയെടുത്തേ. തങ്കച്ചൻ ചേട്ടൻ, തങ്കച്ചനും ദയവായി വരിക. അടുത്ത സമ്മാനം നമ്മുടെ ഡാനിക്ക് കൊടുക്കുന്ന നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ. അടുത്തതായിട്ട് നമ്മുടെ സമ്മാനം, നമ്മുടെ പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് അടിച്ചത് റയൻ സി മറ്റം. അലൻ, സമ്മാനം കൊടുക്കാൻ അലൻ വരൂ. അപ്പോ നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ മിടുക്കൻ കുട്ടനായ ഏബൽ. എല്ലാവരും കൈയടിക്കൂ. അങ്ങനെ അത്യാവശ്യം കുറച്ച് പ്രോഗ്രാംസും അതുപോലെ തന്നെ ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു. ഗെയിംസ് എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഗെയിംസ് കളിച്ച് ജയിച്ചവർക്കും കുറച്ച് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്കെല്ലാം കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അവരെ നല്ല ഹാപ്പി ആക്കി കേട്ടോ. ഇതുപോലെ തന്നെ ഇതിനകത്ത് കുറേ പേരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ ആളുകൾ ഡേ ഡ്യൂട്ടി ആയിരുന്നവർ, ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ആയവർ, കുറച്ച് നേരത്തെ വന്നിട്ട് ഡ്യൂട്ടിക്കായിട്ട് ആ സമയമായപ്പോൾ പോയവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം ഏകദേശം 6 മണി തൊട്ട് രാത്രി ഒരു 10-11 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവസാനമായിട്ട് എല്ലാ ആൾക്കാരും കൂടിയിട്ടൊരു പാട്ടൊക്കെ പാടാനായിട്ടുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്.
അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വന്നവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മിസ്സിംഗ് ആയിട്ടുണ്ട്. എന്നാലും ആ സമയത്തുള്ളവരെല്ലാം വെച്ച് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ വെച്ച് എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇതും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കൊട്ടിക്കലാശമായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഫുൾ കൊട്ടിക്കലാശമായിരുന്നു പിന്നീട്. പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങിൻ്റെ സ്റ്റേജിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ സമയത്ത് ഞാനും സച്ചും പോയിട്ട്, സച്ചിന് ചെറിയൊരു തലവേനയൊക്കെ ആയിട്ട് ഞാൻ പാട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഡുങ്കുടും സനജും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു സെലിബ്രേഷന് വേണ്ടി എല്ലാവരും കൂടി ഒത്തുചേരാൻ വേണ്ടി കാത്തിരിപ്പോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.